എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ ചൂടത്ത് തീർച്ചയായിട്ടും ഇതുപോലെ തയ്യാറാക്കി കുടിച്ചാൽ വളരെയധികം നല്ലത് തന്നെയാണ്. ഇതിൽ ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ വയറ് നിറയും. നമ്മുടെ ശരീരമൊക്കെ തണുപ്പിക്കാനായിട്ട് ഇത് നല്ല ബെസ്റ്റ് ജ്യൂസ് തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂട്ടുകാരെ. ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒന്നിത് തയ്യാറാക്കുന്ന വിധം കണ്ടിട്ട് വന്നാലോ. ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാരറ്റാണ് ആവശ്യം. മീഡിയം വലുപ്പമുള്ള 2 ക്യാരറ്റാണ് അതിന് വേണ്ടി എടുത്തേക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു സ്റ്റീം അടിച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് കുറച്ച് പാൽ ആവശ്യമുണ്ട്. ഒരു 1/2 ലിറ്റർ അളവിൽ പാലെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പാലിനോടൊപ്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി പാല് ചെറുതായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിനി കസ്റ്റർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റർഡ് പൗഡർ നോർമലായിട്ടുള്ള വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ ക്യാരറ്റും കസ്റ്റർഡ് പൗഡറോടും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ജ്യൂസാണ് തയ്യാറാക്കുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. കുടിച്ചു കഴിഞ്ഞാൽ ശരീരമൊക്കെ നല്ല തണുപ്പിക്കുന്നത് പോലത്തെ കൂളിംഗ് കിട്ടുകയും ചെയ്യും. നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ മാറാനായിട്ട് ഇതിൽ 1 ഗ്ലാസ് കുടിച്ചാൽ മാത്രം മതി. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പിയും കൂടിയാണിത്. ഇപ്പോൾ നല്ല രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. നമ്മൾ ക്യാരറ്റും അതേ സമയം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റിൻ്റെ ചൂട് മാറി കിട്ടണം. അതുപോലെ തന്നെ നമ്മൾ ഈ കുറുക്കി എടുത്തിരിക്കുന്ന കസ്റ്റർഡ് പൗഡറിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരണം. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം ഈ ഒരു ജ്യൂസ്. വേവിച്ചെടുത്തിരിക്കുന്ന ക്യാരറ്റിൻ്റെ ചൂടൊക്കെ ആറിയ ശേഷം അത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കുറുക്കിയെടുത്തിരിക്കുന്ന കസ്റ്റർഡ് പൗഡറിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ, അതിൻ്റെയും ചൂടൊക്കെ ആറിക്കിട്ടിട്ടുണ്ട്. അതും നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഇവ രണ്ടും കൂടെ നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിലോട്ട് കുറച്ച് ബദാമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. മധുരമൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ സബ്ജ സീഡ്സും ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. സബ്ജ സീഡ്സും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ഈ ജ്യൂസ് സെർവ് ചെയ്യാൻ. അപ്പോഴത്തേക്കും നമ്മുടെ ശരീരമൊക്കെ നല്ല കൂളായി കിട്ടും. ഇതിലോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് ആ ഒരു രീതിയിൽ സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിച്ച് സെർവ് ചെയ്താലും വളരെ നല്ലത് തന്നെയാണ്. ഇവിടെ ഞാനിത് 2 രീതിയിലാണ് സെർവ് ചെയ്യുന്നത്. 2 ഗ്ലാസ് ഞാൻ ഫ്രൂട്ട്സ് ഒന്നുമില്ലാതെ ഇതുപോലെ സെർവ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവയ്ക്കകത്തോട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു രീതിയിലും സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അടിച്ചെടുക്കുമ്പോൾ കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ആ ക്യാരറ്റ് വേവിച്ച ആ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നീട് പാലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഫ്രൂട്ട്സ് ഒന്നും ചേർക്കാതെ അല്ലാത്ത രീതിയിലും നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ആ ഒരു രീതിയിലും കൂടെ ഈ ജ്യൂസ് സെർവ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് ആപ്പിളും അനാറുമാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു രീതിയിലും ഇത് സെർവ് ചെയ്താൽ വളരെ ടേസ്റ്റിയാണ്. ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇത് അടിച്ച് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ ചൂടത്ത് ഇതുപോലെയൊക്കെ ഒന്ന് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരമൊക്കെ തണുക്കുകയും ചെയ്യും. നമ്മൾ സബ്ജ സീഡ്സൊക്കെ ചേർക്കുന്നത് കൊണ്ട് ശരീരത്തിലെ ചൂടൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം പ്രയോജനം കിട്ടുന്നതാണ് സബ്ജ സീഡ്സ്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി കൂടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.